ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾ മദ്രസയിൽ പോയതിന് ശേഷം തന്നെ പെട്ടെന്ന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ 2 ദിവസം മുന്നേ വെട്ടിയ വാഴയുടെ പിണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാഴപ്പിണ്ടി എടുക്കാനുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആ പാളിയായിട്ടിരിക്കണേ അതിൻ്റെ ഉള്ളിൽ നമ്മളത് കീറി എടുക്കുക എന്നുള്ളത്. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് ഒരു ട്യൂബ് ലൈറ്റ് പോലെ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയുള്ള നെക്സ്റ്റ് പരിപാടിയാണ്. നല്ല കാറ്റുണ്ട്, അപ്പോൾ ഒരുപാട് പുളിയൊക്കെ വീണെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കുക, തൊണ്ടുരിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ. ഇന്ന് അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്ന് വെട്ടി വെച്ച പഴം നല്ലപോലെ പഴുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മൾ അതിൽ നിന്ന് കറിക്ക് ആവശ്യത്തിനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുന്ന് വെച്ച് നോക്കിയപ്പോൾ തീരെ നേരെ ഇരിക്കണില്ല. അപ്പോൾ ലാസ്റ്റ് അത് കെടുത്തി തന്നെ വെച്ച് പാതുവിനെ ഫയ്യാന് മദ്രസയ്ക്ക് എണീപ്പിക്കാൻ വേണ്ടി വിളിച്ച പോലത്തെ അവസ്ഥയാണ് കേട്ടോ. എത്ര നേരെ ഇരുത്തിയാലും കിടന്നുകൊണ്ട് തന്നെ. അങ്ങനെ പുട്ടും പഴമൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ചായ കുടിച്ചിട്ടാ. ഇനി ഉച്ചക്കത്തിലുള്ള പണിയൊക്കെ നോക്കണേ. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ പയറൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ചോറിന് വെള്ളം തീമിടാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് പുളി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നും കൂടെ വെയിൽ കൊള്ളിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ അത് ഒന്ന് കുത്തിയെടുക്കാൻ. അങ്ങനെ അതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വാഴപ്പിണ്ടി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ അരിയണ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ആയിട്ട് അരിയുക, പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ട്. കുറച്ച് വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഇങ്ങനെ നേരെ നടുകീറി ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറൊക്കെ ഒന്ന് കളയട്ടെ. പിന്നെ അതിൽ ഞാര് പോലെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്ത് മുള്ളുകൊണ്ട് എടുത്ത് മാറ്റി കഴുകി വാർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് വേണം കേട്ടോ മീനിൻ്റെ കാര്യം നോക്കാൻ. അപ്പോഴേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ആ അടുപ്പത്ത് തന്നെ ഉപ്പേരിയും കൂടെ വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പയറൊക്കെ വെന്ത് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. വാഴപ്പിണ്ടി ഇനി ഇവിടെ അടുപ്പുമ്മ വെച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇങ്ങനെ വാഴപ്പിണ്ടി അങ്ങനത്തെ നാടൻ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. അതൊക്കെ ഇങ്ങനെ കഴിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയും വേണം. ഇപ്പോൾ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ഓരോ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയാവുന്നൊരു ഇതാണ് കേട്ടോ ഈ വാഴപ്പിണ്ടിക്കൊക്കെ ഉള്ളത്. വാഴ എല്ലാം ഉപകാരമുള്ളതാണ്. വാഴയുടെ പിണ്ടിയാണെങ്കിലും എല്ലാം ഉപകാരമുള്ളൊരു ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പേരി വെക്കാൻ നോക്കിയപ്പോഴാണ് ഇവിടെ മുളക് ഉണ്ടായിരുന്നില്ല, ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുളക് പൊടി എന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഉപ്പേരിയൊക്കെ അവിടെ ആക്കിയെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ചോറ് കൂട്ടലും അവിടെ അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒപ്പം അതും കഴിയും. അങ്ങനെ വാഴപ്പിണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ ഇടയ്ക്ക് വേവിച്ചിടാറുണ്ട്. ഇന്നിപ്പോൾ അടുപ്പിൽ നല്ല തീയുണ്ട്. ചോറ് വെന്ത തീയല്ലേ, നല്ല തീയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത് കളയണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ പയറും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. പിന്നെ കുറച്ച് വേപ്പില പൊട്ടിച്ച് വരണം അപ്പോഴേക്കും. ഇതിൻ്റെ ഇടയിൽ പാതുട്ടിയും ഫയ്യക്കുട്ടിയും ഉണ്ട് കേട്ടോ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോന്നൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. വേപ്പിലൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നത് ഫയ്യക്കുട്ടിയാണ് കേട്ടോ. പിന്നെ ക്യാമറ പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്താ ഇനിയിപ്പം മീൻ കറിയുടെ കാര്യങ്ങൾ. മീൻ കറിയല്ല, മീനൊന്ന് പൊരിച്ചെടുക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇനി ഈ കാണുന്നത് വെറും പ്രഹസനം മാത്രമാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളത്. ഞാനിതേ തല തിരിച്ച് പിടിച്ചിട്ടൊക്കെയാണ് ആദ്യം കുത്തിയിട്ടുണ്ടായിരുന്നത്. കുത്തി നോക്കണ്, തിരിച്ച് നോക്കണം, എന്നിട്ടൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് പിന്നെ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് ചതച്ചെടുത്ത് 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ മാങ്ങഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ചാളൊക്കെ പൊരിക്കണേൽ മാങ്ങഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഉപ്പ്, പിന്നെ അങ്ങനെ വേപ്പില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് കായം പറട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചീനമുളകും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കിയ ചട്ടി കഴുകി വേഗം വെച്ചിട്ടുണ്ടായിരുന്നു. തീ പോകുമ്പോഴേക്കും ഇതും അടുപ്പിലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വെളിച്ചെണ്ണ ശരിക്കും ചൂടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന കറികൾക്കോ അല്ലെങ്കിൽ മീൻ പൊരിക്കണേലൊന്നും കളറ് വളരെ കുറവായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികളായതുകൊണ്ട് അധികം എരിവ് വേണ്ട. അപ്പോൾ എരിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു തക്കാളി ജ്യൂസാക്കിയത് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്ന് ചെറിയ തീയിൽ അവിടെ കിടന്ന് വെന്തോട്ടെ. അപ്പോൾ ഇന്നത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ട് കേട്ടോ. അത് ചോറായിട്ടുണ്ട്. ചോറ് റേഷൻ അരിയാണ്. അതാണ് ഇങ്ങനെ കുറച്ച് ഒട്ടിയിരിക്കുന്നത്. വെള്ള അരിയാണ്. പിന്നെ കറിയായിട്ട് ഉപ്പേരിയാണ്. കറിയല്ല, ഉപ്പേരിയും പിന്നെ ചാള പൊരിച്ചതും
ചീനമുളക് ഉപ്പിലിട്ടതും അച്ചാറുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.